പിള്ളേർക്കും കൊടുക്കാം. എടാ ഒന്ന് നിക്കടാ അവിടെ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. 2, 3, 4 4 ബാഗ് കുഞ്ഞപ്പൻ കണ്ടുപിടിച്ചു. ഇവൻ ഇപ്പൊ ഗേളായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇത് എടുക്കുള്ളൂ. നമുക്ക് ബാഗ് നോക്കിയാലോ? നമുക്ക് കൺഫ്യൂഷൻ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ ആണ്. ഇവിടെ ഒരുപാട് സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. ഇത് നിനക്ക് എന്തിനാ? ഇത് ലേഡീസിന്റെ, ഇത് ഗേൾസിന്റെ ആണ്. നമ്മുടെ വാഷിംഗ് മെഷീൻ പോലെ ഇരിക്കുന്ന കട്ടർ മറ്റേ ക്ലേക്ക് ഇരിപ്പുണ്ട് കേട്ടോ. ഇത് കണ്ട ഇപ്പൊ തന്നെ വേണോന്ന് പറയും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു പുതുപുത്തൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾ എപ്പോഴും ഇപ്പൊ ചോദിച്ചോണ്ടേയിരിക്കുന്ന വീഡിയോ ആണ്. അപ്പൊ ഇനി എന്താണെങ്കിലും താമസിപ്പിക്കുന്നില്ല, എത്രയും പെട്ടെന്ന് ആ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. കുഞ്ഞപ്പാ നീ തന്നെ പറഞ്ഞോ എന്താ വീഡിയോ? ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വ്ലോഗ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇനി സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസമേ ഉള്ളൂ. കുഞ്ഞപ്പന ഒരു സാധനം വാങ്ങിച്ചിട്ടില്ല കേട്ടോ. സത്യം പറയാലോ, ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ ഇടുമ്പോൾ അതിന്റെ അടിയിൽ കമന്റ്സ് വരും, ചേച്ചി ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യണില്ലെന്ന്. അപ്പൊ എന്റെ മനസ്സിലെന്താ, ഇനി സ്കൂൾ തുറക്കാൻ കുറെ ദിവസം ഇല്ലെന്നാ. ഇന്ന് ഡേറ്റ് നോക്കിയപ്പോഴാണ് എന്റെ ദൈവമേ സ്കൂൾ തുറക്കാൻ അധികം ദിവസം ഇല്ല എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ തന്നാ ഇന്ന് തന്നെ പോയേക്കാം അല്ലെ കുഞ്ഞപ്പ? 1ാം ക്ലാസ്സിലോട്ടാണ്, ഇനി കുഞ്ഞപ്പൻ 1ലോട്ടാണേ. അതിന്റെ ഇടയിൽ കൂടെ പൗഡർ എടുത്തിടുന്നത്. അപ്പൊ കുഞ്ഞപ്പൻ നമ്മൾ എന്തൊക്കെയാ വാങ്ങിക്കണേന്ന് നോക്കിയാലോ? ബാ ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നല്ല മഴക്കാറെന്ന് വെച്ചാൽ നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, അയ്യോ ക്രോസട കിട്ടിയില്ല, ഭാഗ്യം. എപ്പോഴും വന്നാലും ഈ ട്രെയിൻ പോകാൻ വേണ്ടി ഇവിടെ ക്രോസ് അടച്ചിട്ടുണ്ടാവുക. ഇന്ന് എന്തായാലും എല്ലാം വളരെ അനുകൂലമായ കാലാവസ്ഥയാണ് അല്ലേ ചേ? മഴക്കാറുണ്ടതേ ഉള്ളു, മഴ പെയ്യൂലായിരിക്കും. അപ്പൊ തൊട്ടടുത്താണ്, എന്താ കാറിലായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ്. എരമല്ലൂരുള്ള സിറ ഷൂസ് ആൻഡ് ബാഗ്സ് ആണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുഞ്ഞപ്പൻ ഇവിടെ വന്ന് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചതാണ് നമ്മള്. അപ്പൊ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നല്ല അടിപൊളിയായിട്ട് ബാക്ക് ടു സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. കുഞ്ഞപ്പാ എന്തൊക്കെ വാങ്ങിക്കണം? എല്ലാ സാധനങ്ങളും മേടിച്ചാലോ? ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മൾ അകത്തോട്ട് കയറി കേട്ടോ. കയറുമ്പോൾ തന്നെ നിറയെ ബുക്സ് ഇങ്ങനെ അട്ടിക്കണക്കിന് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ക്യാമലിന്റെ നോട്ട്ബുക്ക് ഉണ്ട്, ക്ലാസ്മേറ്റ്സിന്റെ ഉണ്ട്. കുഞ്ഞപ്പന്റെ ക്ലാസ്മേറ്റ്സിന്റെ നോട്ട്ബുക്ക് നമുക്ക് വാങ്ങിക്കാം. എല്ലാം അടിപൊളിയാണ്. പിന്നെ നോട്ട്ബുക്കിന് 20% ഓഫ് ഉണ്ട്. അപ്പൊ കുഞ്ഞപ്പന് വേണ്ട 1ാം ക്ലാസ്സിൽ ഒരുപാട് നോട്ട്ബുക്ക് വേണമല്ലേ കുഞ്ഞെ? പോടാ, ഇത് മാത്സിന്റെ ബുക്കാണ്. അപ്പൊ മാത്സിന്റെ നോട്ട് എടുത്തിട്ട് ഇംഗ്ലീഷിന്റെ ബുക്കാണെന്ന്. അപ്പൊ കുഞ്ഞപ്പന് വേണ്ട നോട്ട്സ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവുവേ. എന്താടാ ഏത് ബുക്ക്? നോക്കട്ടെ ഞാൻ നോക്കട്ടെ. ആ കുഞ്ഞപ്പനെ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ, അമ്മ എനിക്ക് ലൈൻസ് ഒന്നും ഇല്ലാത്തൊരു ബുക്ക് മേടിച്ചു തരുമോ? പടം വരയ്ക്കാനാണ്, കളർ അടിക്കാനാണെന്ന്. അപ്പൊ ഇത് ലൈൻസ് ഒന്നും ഇല്ലാത്ത ബുക്ക്. ഇത് കുഞ്ഞപ്പ എടുത്തോ, എന്നാ ഒരെണ്ണം വെച്ചോ. പടം വരയ്ക്കാൻ വേണ്ടി ഇതെടുത്തോ. 3 എന്തിനാ? 1 പോരെ? എന്തായാലും ഓഫർ ഉണ്ടല്ലോ, 3 ഇരിക്കട്ടെ. 3 പിടിച്ചോ. പിന്നെ എന്തൊക്കെ വാങ്ങിക്കണം? പിന്നെ നമുക്ക് മാത്സിനുള്ളത് ഇംഗ്ലീഷ്, മലയാളം, ഇംഗ്ലീഷ് എല്ലാം എടുക്കണ്ടേ? ഹിന്ദി. ഹിന്ദി ഉണ്ട്. ഹിന്ദിക്കുള്ള നോട്ട്ബുക്സ് എല്ലാം ഇവിടെ നിന്ന് എടുക്കണം. ഇവിടെ ഒരുപാട് ടോയ്സ് ഉണ്ട്, അതിലോട്ടൊന്നും നോക്കല്ലേ കുഞ്ഞപ്പാ. കുറെ റിമോട്ട് കാറും കാര്യങ്ങളൊക്കെയാണ്. ഇതേടാ പിന്നെ വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കണത്. ഇത് നിറച്ച് പെൻസിലും കാര്യങ്ങളാണേ, ക്രയോൺസും അതും ഇതും എല്ലാം ഉണ്ട്. ഇതൊക്കെ ഇതെന്തെന്ന്? ഇതും പെൻസിലാണെന്ന് തോന്നണം കേട്ടോ. എന്റെ പൊന്നെ, ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് എടുക്കണമെന്ന്. ഇതെന്തെന്ന്? ഇല്ലേ കുഞ്ഞപ്പം കൊട്ടയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ കൊട്ടയിൽ നിറച്ചെടുക്കുന്നത്. ഓൾറെഡി 3 ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കൊട്ടയിൽ വേണ്ട സാധനങ്ങൾ ഓരോന്ന് പറക്കി ഇടാവേ. അപ്പൊ ഈ ബുക്കൊക്കെ കിടക്കട്ടെ. 4, 5 ഒന്നും വേണ്ട, 3 ബുക്ക് കളർ അടിക്കാൻ എടുത്ത് മതി. എന്തെന്ന്? ഈടാ ആവശ്യമില്ലാത്തൊന്നും എടുക്കല്ലടാ. ഇതെന്തെന്നാ? സ്റ്റിക്കേഴ്സാ. ഇതാണോ ബ്രെയിൻ നോട്ട്? ഇവൻ കുറെ ക്യാപ്പച്ചീനോ, അസോസീനോ, കുറെ കാർട്ടൂണിന്റെ സംഭവം പേരൊക്കെ പറയില്ലേ, അതിന്റെയൊക്കെ അടിപൊളി സ്റ്റിക്കറാണ് കേട്ടാ. നല്ല രസമുണ്ട്. ഇത് നമ്മൾ ഈ ഫ്രിഡ്ജിലൊക്കെ ഒട്ടിച്ച് വെക്കത്തില്ലേ? ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. അല്ല, ബുക്കിൽ ഒട്ടിക്കാട്ടാ. നല്ല രസമുണ്ട് കാണാൻ അല്ലേ ചേ? അപ്പൊ കുഞ്ഞപ്പനൊരു ബാസ്ക്കറ്റ് എടുത്ത് തന്നിട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് അവന് വേണ്ട ബുക്സ് ആദ്യം എടുക്കാം. ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. അവന് ആദ്യം വേണ്ടത് 6 4 ലൈൻ നോട്ട്സ് ആണേ. അതിൻ്റെ അകത്ത് 4 ബുക്ക് 200 പേജിന്റെ ബുക്ക് വേണം. 4 എണ്ണം 200 പേജിന്റെ നോട്ട് വേണം. പിന്നെ 2 എണ്ണം 100 പേജിൻ്റെത് 4 ലൈൻ തന്നെ. അത് ഇങ്ങോട്ട് ഇവിടെ താഴെ വെക്കട്ടെ ബോക്സ്. അപ്പൊ 20% ഓഫർ ഉണ്ടല്ലോ അല്ലേ? സത്യമല്ലേ? സത്യമാണ് ഗൈസ്. 20% ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്കിന് ഓഫർ ഉണ്ട്. അപ്പൊ 4 ലൈൻ എല്ലാം കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കൊട്ടയിലോട്ട് ഇടാം. അടുത്തത് 2 2 ലൈൻ ബുക്കാണ് കേട്ടോ. 2 ലൈനുള്ള 2 ബുക്ക്. അത് 2 200 പേജിന്റെ വേണം. 2 എണ്ണം. അതും കിട്ടി, അതും സെറ്റ്. 2 സൈഡ് റൂൾഡ് ബുക്ക്. അത് മാത്സിനാണെന്ന് തോന്നേ. സൈഡിൽ ഇങ്ങനെ മാർജിനുള്ള ബുക്കേ 2 എണ്ണം. അത് 200 പേജിന്റെ. 3 സിംഗിൾ ലൈൻ നോട്ട്ബുക്ക്. അപ്പൊ 3 എണ്ണം സിംഗിൾ ലൈൻ്റെയും കിട്ടി. അപ്പൊ പെട്ടെന്ന് തന്നെ നോട്ട് ബുക്കുകൾ എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പൊ കുഞ്ഞപ്പന് ഇപ്പൊ ഇത്രയും മതി. ഇനി വേണമെങ്കിൽ ഇതൊക്കെ തീരുമ്പോൾ നമുക്ക് പിന്നെ മേടിക്കാം. ഇപ്പൊ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം മേടിക്കാം. ലെറ്റ്സ് ഗോ. അടുത്ത നമുക്ക് ബാഗ് നോക്കിയാലോ? അപ്പൊ നോട്ട്ബുക്കിന്റെ കാര്യം കഴിഞ്ഞ് ഇവിടെ നിറച്ച് പെൻസിലാണേ. നമുക്ക് ആദ്യം ബുക്ക് പൊതിയണ പേപ്പർ എടുക്കാം, അതാണ് നല്ലത്. ഇതൊരെണ്ണം പോരെ ചേ? ഈ കളർ ഇതൊരെണ്ണം എടുക്കാം കേട്ടോ. പിന്നെ
ബ്ലാക്ക് ബ്യൂട്ടി. പെൻസിലിന്റെ പേര് നോക്കിക്കേ, ബ്ലാക്ക് ബ്യൂട്ടി. ഇത് കേട്ടിട്ട് എനിക്ക് എടുക്കാൻ തോന്നുന്നു ഗേസ്. ഇത് നമ്മുടെ മറ്റേ ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെ പേര് പോലെ. നല്ല കറുത്ത കളർ കേട്ടോ, നല്ല കറുത്ത കളർ, കറുകറുത്ത കാജല്ലേ. ഇതെടുക്കണം ഒരെണ്ണം. ബ്ലാക്ക് ബ്യൂട്ടിയുടെ പെൻസിൽ, ഈ ഡോംസിന്റെ ഒരു പെൻസില്, 2 പെൻസിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അൾട്രാ ഡാർക്ക്. അയ്യോ വേണ്ട, ഇത് ഭയങ്കര ഡാർക്കാണ്. ഇവനെ ഒന്നാമത്തെ കാര്യം എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നോട്ട്ബുക്ക് മൊത്തം കുളവാക്കും, അതുകൊണ്ട് ലൈറ്റ് മാത്രം മതി. അപ്പോൾ ഈ ഒരു പാക്കറ്റ് പെൻസിലും എടുത്തിട്ടുണ്ട്, ഈ പൊതിയുന്ന കവറും എടുത്തിട്ടുണ്ടേ. നമ്മുടെ കൊട്ടയിലിടാം. കൊട്ട എന്തേ, കൊട്ട 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 കൊട്ട. അടുത്തത് ഇത് നമുക്ക് ഒരു പാക്കറ്റ് എടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ലഞ്ച് ബോക്സ് ഒക്കെ പൊതിയുന്ന ടവൽ വേണമല്ലോ, ഒരു ടർക്കി വേണമല്ലോ നമുക്ക്, പിള്ളേർ അല്ലെങ്കിൽ താഴെ ആക്കൂലേ ചോറും കറിയൊക്കെ. ഇത് 4 എണ്ണം ഉണ്ടാകും. ഈ ഒരു പാക്കറ്റിന് 100 രൂപയാണേ. 2 ചെറുതും 2 വലുതും. ഇതെടുത്തേക്കാം. പിന്നെ ഇവിടെ കുഞ്ഞപ്പന് വേണ്ട സാധനങ്ങൾ. ഇവിടെ മറ്റേ ക്ലേ ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് കണ്ട ഇപ്പൊ തന്നെ വേണോന്ന് പറയും. ഇവിടെ നിപ്പുണ്ടാ, ഞാൻ ഓർത്ത് അങ്ങോട്ട് പോയത്. വാ 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 വാ. ഇനി നമുക്ക് റബ്ബറൊക്കെ നോക്കാം. ഇവിടെ നോക്കിക്കോ, ഒരുപാട് റബ്ബറുണ്ട്. ഇത് ഇറേസർ. ഇത് ഐസ്ക്രീമിന്റെ മോഡലിലെ ഇറേസറാണ് ഗൈസ്. നല്ല രസമുണ്ട് കാണാൻ. ശരിയാണ് കേട്ടാ, നമ്മുടെ വാഷിംഗ് മെഷീൻ പോലെ ഇരിക്കുന്ന കട്ടറെ. എടി മോളെ, എടി ഇതൊന്ന് കാണിച്ചേടി. ഇതെങ്ങനെയാ ഗൈസ്? നമ്മുടെ ലിപ്സ്റ്റിക്ക് പോലെ ഇരിക്കുന്ന റബ്ബർ ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഒന്ന് കാണിച്ചു വെച്ചാൽ ഇത് മൊത്തം പല പല വെറൈറ്റീസ് റബ്ബറും കട്ടറും ആണ് കേട്ടോ. ഇറേസറും ഷാർപ്പനറും ആണേ. ഇത് വാഷിംഗ് മെഷീൻ, കറക്റ്റ് വാഷിംഗ് മെഷീൻ. ഇത് എങ്ങനെയാ തുറക്കണത് നോക്കിക്കേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങനെ തുറക്കുമ്പോ ഇവിടെ റബ്ബർ വരും അല്ലേ? ഓക്കെ. ഇത് ഞാൻ കാണിച്ചു തരാവേ. ഇതിന്റെ മുകളിൽ ഇങ്ങനെ തുറക്കുമ്പോ ഇത് ഇറേസറാണ് കേട്ടോ. ഇങ്ങനെ താഴെ തുറക്കുമ്പോ ഷാർപ്പനർ വരും കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ കൂർമ്പിച്ചിട്ട് ഇതിന്റെ വേസ്റ്റ് കളയണമെങ്കിൽ ഇതുണ്ട്, ഈ വാഷിംഗ് മെഷീന്റെ ഇവിടെ മറ്റേ തുണി ഇടുന്ന പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്യുമ്പോ ഇങ്ങനെ കുടഞ്ഞെടുക്കാം കേട്ടോ. ഓപ്പൺ ക്ലോസ്. ഇത് നല്ല രസമില്ല കാണാൻ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എടാ ഇത് വാങ്ങിച്ചാലാടാ. ഇതെന്താ, ഇത് റബ്ബർ അല്ലേ? ഇത് പണ്ടത്തെ മറ്റേ റബ്ബർ, മറ്റേ നാരങ്ങ മിഠായി പോലെ ഇരിക്കുന്ന സാധനം, യൂണിക്കോൺ. ഇത് യൂണിക്കോണിന്റെ റബ്ബർ. അതുപോലെ ഒരുപാട് വെറൈറ്റി മോഡൽ റബ്ബർ ഉണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് വാഷിംഗ് മെഷീൻ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് ഒരെണ്ണം എടുക്കുവാണേ. ഈ പൗച്ച് നിനക്ക് എന്തിനാ? ഇത് ലേഡീസിന്റെ, ഇത് ഗേൾസിന്റെ ആണ്. ഗേൾസിന്റെ നല്ല അടിപൊളി പൗച്ച് എന്ന് പറയാൻ പറ്റത്തില്ല, പൗച്ച് എന്ന് വേണമെങ്കിൽ പറയാം. കുഞ്ഞു ബാഗ്. എടാ ഇത് കൊണ്ടുവയ്ക്കടാ. ബർഗറാ. ഇത് കട്ടറാണോ, ഷാർപ്പനറാണോ? മറ്റേതിൻ്റെ അകത്ത് റബ്ബറും ഉണ്ട് കട്ടറും ഉണ്ട്. അപ്പൊ ഇത് വേണ്ട, ഇത് കൊണ്ടുവച്ചേക്കും. ഇതെടുക്കാം. ഒരു ക്യാമലിന്റെ നമുക്ക് ക്രയോൺസ് എടുക്കാം. എത്ര ക്രയോൺസ് മേടിച്ചു കൊടുത്താലും പിന്നെയും മേടിക്കേണ്ടി വരും കേട്ടോ. ഇനി തൊട്ട് ഞാൻ കുഞ്ഞപ്പോ ഇത് തരത്തില്ല, ഞാൻ അത്യാവശ്യത്തിന് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഇവൻ കളർ അടിക്കാനാണമ്മേ, ഒന്ന് താമേന്നൊക്കെ പറഞ്ഞ് എടുത്തുള്ളൂ. പിന്നെ 2 3 ഒക്കെ കാണത്തില്ല. ഇതെടുത്തേക്കാം. ഇവിടെ ഒരുപാട് സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. കുഞ്ഞപ്പന്റെ സ്റ്റിക്കർ ഭ്രാന്ത് നിങ്ങൾക്ക് അറിയാലോ. എന്തോരം സ്റ്റിക്കർ കിട്ടിയാലും മതിയാവില്ല, അത്രയും സ്റ്റിക്കർ ഉണ്ടേ. അതുപോലെ തന്നെ നമുക്ക് ആർക്കെങ്കിലും സ്റ്റിക്കർ ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിൽ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ നിറച്ച് സ്റ്റിക്കറാണ്. ഇതൊരു ബോക്സ് ആയിട്ട് ഒരുപാട് ബോക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇവിടെ കുറേ ബോക്സ് ഇങ്ങനത്തെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുഞ്ഞപ്പന് പറ്റിയ ഒരു ബാഗ് വേണം. ഇഷ്ടംപോലെ ഇമ്പോർട്ടന്റ് ബാഗ്സ് ഒക്കെയാണ്. അപ്പൊ നഴ്സറി ബാഗ്സും എല്ലാം മുകളിലാണ്. കുഞ്ഞപ്പന് 1ാം ക്ലാസ് മുതൽ മുകളിലാണല്ലേ? അപ്പൊ ഇതൊക്കെ എത്ര ക്ലാസ് വരെയുള്ള? ഇതൊരു 5th സ്റ്റാൻഡേർഡ് മുതൽ ഉള്ളതാണ്. 5ാം ക്ലാസ് മുതലുള്ള പിള്ളേരുടെ ബാഗ്സ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇത് നോക്കണ്ട, നമുക്ക് കുഞ്ഞപ്പന്റെ നോക്കാവേ. എന്നാലും നിങ്ങളൊന്ന് കണ്ടോ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാനല്ലോ. നല്ല കളർഫുൾ ബാഗ്സ് ആണ് ഗൈസ് എല്ലാം. ഞാൻ തട്ടി വീഴരുത്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിറച്ചും ബാഗ്സ് ഉണ്ടായിരുന്നേ. പക്ഷെ ഇപ്പൊ ഇവിടെ നിറച്ച് ലേഡീസിന്റെ ഐറ്റംസ് ആണേ. ഇവിടെ ഉണ്ടായിരുന്ന ബാഗ്സ് ഒക്കെ ഇപ്പൊ മുകളിലോട്ടാക്കി അല്ലേ. മുകളിൽ ബാക്ക് ടു സ്കൂൾ ഐറ്റംസിന് മാത്രം ഒരു എക്സ്ക്ലൂസീവ് ഒരു എന്താ പറയുന്ന ഒരു ഫ്ലോർ ഉണ്ട്. ഇവിടെ മൊത്തം ലേഡീസിന്റെ ഐറ്റംസ് ഒക്കെ കൊണ്ട് നിറച്ചിരിക്കുകയാണേ. ഇപ്പൊ നമുക്ക് കുഞ്ഞപ്പന്റെ സാധനങ്ങൾ മാത്രം എടുക്കാം. ഞാൻ അല്ലെങ്കിൽ ബാക്കിയെല്ലാം ഞാൻ പിറക്കിയെടുക്കും. അയ്യോ, ഇവിടെ ഒരുപാട് അടിപൊളി ബാഗ്സ് ഉണ്ട് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ കിഡിലൻ ബാഗാണ്. എനിക്ക് ഇത് നറൂട്ടോടെ അല്ലേ? കുഞ്ഞപ്പൻ നറൂട്ടോടെ ബാഗൊക്കെ കയറി പിടിച്ചേക്കാണേ. നമുക്ക് കൺഫ്യൂഷൻ ആകട്ടാ, ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അത്രയും കളർഫുൾ ബാഗ്സ് ഉണ്ട്. ഗേൾസിന്റെ ബാഗ്സ് വേറെ, ബോയ്സിന്റെ ബാഗ്സ് വേറെ. ഇതിന്റെ അകത്ത് ഏത് എടുക്കൂപ്പ? എടാ നോക്കടാ, നിങ്ങളും കൂടി നോക്ക്. ഇവിടെ മുകളിൽ അടിപൊളി വേറെ ബാഗ് ഉണ്ട്. കുഞ്ഞു
പിള്ളേരുടെയാണ്. അപ്പൊ നീ വലിയ ആളാണ്. നോക്കട്ടെ ഞാൻ. ആ ശരിയാണ് കേട്ടോ ഇവൻ പറഞ്ഞത്. കുറച്ചുകൂടി ഒരു LKG UKG ബാഗാണ് ഇത്. ഇപ്പൊ കുഞ്ഞപ്പൻ 1ാം ക്ലാസ്സിലായില്ലേ? വീഴല് കുഞ്ഞു. ഇതുണ്ടല്ലോ, ഇത് 1ാം ക്ലാസ്സിലൊക്കെ പറ്റും കേട്ടോ. ഇത് 2 അറയുള്ള ബാഗാണ്. 1 2 3 അറയുണ്ട്. നല്ല രസമുണ്ട്. അപ്പൊ നിങ്ങൾ ഗേൾസിന് ഇഷ്ടപ്പെട്ട ബാഗാണ് ഇത്. വേണമെങ്കിൽ നിങ്ങൾ വന്ന് വാങ്ങിച്ചോട്ടാ. ഇവൻ ഇപ്പൊ ഗേൾ ആയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇത് എടുക്കുള്ളൂ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട യൂണിക്കോണിന്റെ ബാഗ്. എനിക്ക് ഇഷ്ടപ്പെട്ട ബാഗ് ആ ബ്ലാക്ക് മാനാ. ഇത് കൊള്ളാം. പക്ഷെ ഇതിനെ 1 2 2 അറയുള്ളൂ. നമുക്കൊരു 3 അറ. ഇപ്പൊ കുഞ്ഞിന് കൊറേ ബുക്കും ടെക്സ്റ്റും ഒക്കെ ഉണ്ട്. ഇതും ദേ 1 2 2 അറയുള്ളു. ഒരു 2 വലിയ അറ, ഒരു കുഞ്ഞറ. അതെ ഇത് നോക്കിക്കേ. ഇതും യൂണിക്കോൺ തന്നെയാണ്. ഇതിന് 1 2 3 റൂംസ് ഉണ്ടേ. 3 റൂമുണ്ട്. പക്ഷെ അത് ഇതാ നോക്കട്ടെ. ഇതിൻ്റെ അത് 3 അറയുണ്ട്. ഇതൊരു ഫുട്ബോളിന്റെ ബാഗാണ് അച്ഛേ. ഫുട്ബോൾ ബാഗ്. അതിലും ഉണ്ടല്ലേ 3 എന്താടാ? പോയി കണ്ടുപിടിച്ചോണ്ട് വന്നേക്കാണ് കേട്ടാ. ശരിയാണ്. 1 2 3 4 4 അറയുള്ള ബാഗ് കുഞ്ഞപ്പൻ കണ്ടുപിടിച്ചു ഗൈസ്. ഇത് പക്ഷേ ഉണ്ടല്ലോ, ഇവന്റെ കഴിഞ്ഞ വർഷത്തെ ബാഗ് പോലെ തന്നെ ഉണ്ടേ. അല്ല ഇത്ര അറിയുന്നില്ല. പക്ഷെ ഈ റെഡും ബ്ലൂ ആയിരുന്നു ഇവന്റെ കഴിഞ്ഞ വർഷത്തെ ബാഗും. അതുകൊണ്ട് റെഡും ബ്ലൂവും വേണാച്ചേ. വേറെ നോക്കാം അല്ലേ? പക്ഷെ ഈ ബാഗ് കൊള്ളാം കേട്ടാ. 4 അറയൊക്കെ ഉണ്ട്. ഇത് ഇതുപോലത്തെ തന്നെ ഒരു ബാഗാണേ. പക്ഷെ ഇതിന് 3 അറയുള്ളു കേട്ടാ. 3 അറയുള്ള ബാഗ് മതി. ഇത് കുഞ്ഞപ്പന്റെ കറക്റ്റ് ഒരു സൈസാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ അകത്ത് സ്പൈഡർമാനെ നോക്കിക്കേ. 1 2 3 3 ഇങ്ങനെ വിഭജിച്ചിരിക്കുകയാണ് കേട്ടോ സ്പൈഡർമാൻ. ഇത് കൊള്ളാട്ടാ. ഇത് ഒരു ഓറഞ്ചും ബ്ലാക്കും കൂടിയുള്ള ബാഗ്. ഇത് നല്ല രസമുണ്ട്. ഇതൊരു ജീപ്പാണ്. ഇങ്ങനെ ജീപ്പ് ഇങ്ങനെ ഉന്തി നിൽക്കുന്ന പോലെ, പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു സംഭവമാണ്. ഇത് അത്യാവശ്യം വലിയ ബാഗാണ്. ഇതിന് 1 2 3 4 അറയുണ്ട്. 4 അറ. ഇതിന് 3 അറ. ഇത് സൂപ്പർമാൻ അല്ല, സൂപ്പർമാൻ. ഞാൻ പറയുമ്പോ തെറ്റിപ്പോവും. ഇവനെ ഇടിയിപ്പിച്ച് നോക്കട്ടെ കേട്ടാ ഞാൻ. അപ്പൊ കറക്റ്റ് ഇവന്റെ അളവിൽ ഇടിപ്പിച്ച് നോക്കുമ്പോഴുള്ള ആ ഭംഗിയൊക്കെ മനസ്സിലാവുള്ളൂ. ഈ ഒരു അളവ് വേണ്ട ചേച്ചേ. ഇത് അത്യാവശ്യം വലുതായി പോയോ ഗൈസ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. കുറച്ച് വലുതായി പോയോ അല്ലെങ്കിൽ ഇതിലും ചെറുത് വേണോന്നാ ഞാൻ ഓർക്കണത്. കുഞ്ഞപ്പ സെലക്ട് ചെയ്ത് ഞാൻ ഇടിപ്പിച്ച് നോക്കി വിഷമിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ ഈ ഒരു ബാഗാ കുഞ്ഞപ്പന് വേണ്ടി സെലക്ട് ചെയ്തേക്കണത്. ഇതൊരു കരിനീല കളറാ, ഡാർക്ക് നേവി ബ്ലൂ. ഇതാവുമ്പോ അഴുക്ക് പിടിച്ചാലും പെട്ടെന്ന് അറിയത്തില്ല കേട്ടാ. പിന്നെ ഇവിടെ ഒരു സ്പൈഡർമാനും ഉണ്ട്. ഇവിടെ ഒരു പാരച്യൂട്ട് ഉണ്ട്. അത് നല്ല രസമുണ്ട്. ഇങ്ങനെ നല്ല പ്രൊജക്ട് ചെയ്ത് നിൽപ്പുണ്ട്. നല്ല രസമുണ്ട് കാണാൻ കേട്ടാ. 1 2 3 ഞാൻ വിചാരിച്ച പോലെ തന്നെ 3 അറകളുണ്ട്. വലിയ 2 അറയുണ്ട്, പിന്നെ കുഞ്ഞൊരു അറയുണ്ട്. അപ്പൊ ഇത് നല്ല ബാഗല്ലേ? ഇത് മതി. ഒരുപാട് ബാഗുണ്ട്. ഞാൻ കൺഫ്യൂഷൻ ആവുകയാണ്. അവസാനം ഞാൻ ഇത് തന്നെ മതിയെന്ന് സെലക്ട് ചെയ്ത്. പെൺകുട്ടികൾക്കാണെങ്കിൽ പിന്നെയും കൺഫ്യൂഷൻ ആവും. കാരണം യൂണിക്കോൺ അത് ഇത് മറ്റേത് ഇത് ബാർബിയുടേത് കുറേ ഉണ്ട് കേട്ടോ പെൺപിള്ളേർക്ക്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇത് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? സൂപ്പറാണ്. ഓക്കെ, അപ്പൊ ഇത് തന്നെ എടുക്കാം. അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് യൂണിഫോമിന്റെ ഷൂ സെലക്ട് ചെയ്യാം കേട്ടോ. ഇവിടെ നിറയെ യൂണിഫോം ഷൂസ് ആണേ. പിന്നെ അതുപോലെ തന്നെ ഇത് ബ്ലാക്ക് സാൻഡൽ ഷൂ അല്ലാണ്ട് ചെരുപ്പ്, ബ്ലാക്ക് കളറുള്ള ചെരുപ്പ് ഇടണ്ടേ. ഇത് ഗേൾസിന് പറ്റിയത്, ബാക്കിൽ ബോയ്സിന് പറ്റിയത്. അപ്പൊ നമുക്ക് ആദ്യം കുഞ്ഞപ്പന് ഷൂ എടുക്കാം. ഏറ്റവും വലിയ സൈസാണ് കുഞ്ഞപ്പന് വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ എന്റെ കാല് പോലത്തെ കാലാണ് കുഞ്ഞപ്പന്റെ. എനിക്ക് ലേഡീസിൽ തന്നെ ഏറ്റവും വലിയ സൈസ് ചെരുപ്പ് എനിക്ക് വേണം. അതുപോലെ തന്നെ അവന് ഏറ്റവും വലിയ സൈസ് വേണം. കുഞ്ഞെ ഇതിന്റെ മോഡൽ നോക്കിക്കേ കുഞ്ഞെ. ഇതല്ലായിരുന്ന കഴിഞ്ഞ വർഷത്തെ? ഇതുപോലത്തെ പോരെ? നല്ല കഷ്ടപ്പാടാണ്. ഇവനെ പെട്ടെന്ന് ചെറുതാവും. എന്തെന്ന്? ആണാണ്. ഒരുപാട് ലൂസാണോന്ന് ചോദിച്ചാ അതെന്താ? അത് കൂടുതൽ ഓവറായിട്ട് അങ്ങനെ നിപ്പുണ്ട് അവിടെ. ഇങ്ങോട്ട് വന്നേ. നടന്നു നോക്കിയ നീ. അപ്പൊ കുഞ്ഞപ്പൻ ആദ്യം ഇട്ട് നോക്കിയ ഷൂ തന്നെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. അവന് കറക്റ്റ് മാച്ചാണ്. ഒരു തുള്ളി ലൂസ് ഉണ്ട്. കാരണം UKG ഇട്ട ഷൂ ഉണ്ടല്ലോ, UKG അവസാനം ആയപ്പോഴത്തേക്ക് ഒരു 2-3 മാസം കൂടി ഉള്ളപ്പോൾ ഇടാനും പറ്റില്ല, ഊരാനും പറ്റില്ല, ഭയങ്കര ടൈറ്റ് ആയിരുന്നു ആ ഷൂവേ. അപ്പൊ ഇപ്പൊ ഇത് ഇത്തിരി കൂടി ലൂസ് ഷൂ എടുത്തേക്കണം. അപ്പൊ എന്തായാലും 1ാം ക്ലാസ് മൊത്തം ഇത് സുഖമായിട്ടിടും. എന്തായാലും നമ്മൾ ഷൂ ഇട്ടിട്ട് വരുമ്പോൾ ഇതൊന്നും കൂടി അഴഞ്ഞേ വരത്തുള്ളല്ല. അപ്പൊ ഇത് മതി. അപ്പൊ ഇതെടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് കുടയാണ് ഗൈസ് എടുക്കേണ്ടത്. പക്ഷെ കുട ചേട്ടൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്ന് ചേട്ടനല്ലേ എല്ലാ ദിവസവും കുഞ്ഞപ്പനെ സ്കൂളിൽ കൊണ്ടാക്കുന്നത്. അപ്പോൾ കുടയും പിടിച്ചുകൊണ്ട് മഴയത്ത് അവന് പുറകെ ഇരിക്കാൻ പറ്റത്തില്ല. കുട കാറ്റ് വരുമ്പോൾ തന്നെ പറന്നു പോകും. അപ്പോൾ നമുക്ക് മഴക്കോട്ടാണ് നല്ലത്. അപ്പം ഒരു മഴക്കോട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. മഴക്കോട്ട് എന്ത്? ഓക്കെ, ഇതാണ് മഴക്കോട്ടെ. ഇത് കുഞ്ഞപ്പൻ്റെ കറക്റ്റ് സൈസാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന് നമുക്ക് ഇടിപ്പിച്ച് നോക്കാം. കുഞ്ഞപ്പൻ എന്തി അതിലിട്ട് അടിക്കരുത്. നിൽക്കണം നിപ്പി കുഞ്ഞപ്പൻ അപ്രത്യക്ഷനാവും. മറ്റേ മായാവിനെ പോലെയാണ്.
ഓ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ 2-3 ഫ്ലോർ ഉണ്ട്. താഴത്തേക്ക് ഓട്ടം മുകളിലോട്ടോട്ടം താഴത്തോട്ട് പിടിച്ച് വലിച്ചോണ്ടാണ് വന്നത്. അവർ 2-3 സ്റ്റാഫ് ഉണ്ട്. അവർ താഴത്തോട്ട് പോയിട്ട് എടുത്ത് പിടിച്ചോണ്ടാണ് വന്നത്. എടാ ഇതൊന്നും ഇട്ട് നോക്കടാ. പക്ഷെ എന്റെ പൊന്നെ ഈ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടംപിതിയാണ് ഗൈസ്. എടാ ഒന്ന് നിക്കടാ അവിടെ. ഇത് ഇട്ട് നോക്കി, ഇത് ഇട്. നിനക്ക് വേണ്ടെങ്കിൽ ഇത് ഞാൻ വേറെ വല്ല പിള്ളേർക്കും കൊടുക്കാം. ഇട് ഇട്. ഇത് കറക്റ്റ് ആണല്ലേ നമുക്ക് നോക്കാം കേട്ടാ. അതായത് കുഞ്ഞപ്പന് ഇപ്പൊ കുറച്ചുകൂടി പൊക്കം വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി വലിയ സൈസ് വേണം. കയ്യിൽ എന്തെന്നാ മിഠായിയാ? ഇട്. അവനാണെങ്കിൽ ഈ ഒരു ഇതാണ് വയലറ്റ് കളർ വേണം, പർപ്പിൾ കളർ വേണമെന്നും പറഞ്ഞ് നടക്കണായിരുന്നേ. അപ്പൊ കറക്റ്റ് കിട്ടിയില്ലേ കളറ്? ആ മതി ഇത്ര മതിയല്ലോ അല്ലേ? കുഞ്ഞുവാവെന്ന് കുഞ്ഞുവാവിടെ ഉടുപ്പ്. ഇതൊരു ബട്ടൺസ് ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ബട്ടൺ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കാം. പോരേടാ, ലെങ്ത് ഒക്കെ കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഈ മഴക്കോട്ട് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഓ എന്റെ പൊന്നെ എടാ ഓടല്ലേ. അപ്പൊ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാണ് ബാക്ക് ടു സ്കൂളിന്റെ ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും എടുക്കാം. വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, ടിഫിൻ ബോക്സ്, ക്യാരി ബാഗ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പൗച്ച് എല്ലാം ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കുഞ്ഞപ്പൻ ആദ്യം തന്നെ വന്നപ്പോൾ ഈ ഒരു ബോക്സിലാണ് കേട്ടോ കയറി പിടിച്ചത്. ഇതിങ്ങനെ ക്യാറ്റ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ക്യാറ്റിന്റെ ഫോട്ടോ ഒക്കെയുള്ള ബോക്സ് ആണ്. ഇതെന്താ സംഭവം എന്നറിയാമോ? നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോണ്ടല്ലോ, ഇവിടെ നിന്ന് ഷാർപ്നർ ഉണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന കറക്റ്റ് അല്ല കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞ് സിസർ ഉണ്ട് കേട്ടാ. പിന്നെ ഇതിങ്ങനെ അടച്ചു വെക്കാം നമുക്ക്. അതുപോലെ തന്നെ അതേ സൈഡിൽ ഞെക്കുമ്പോഴത്തേക്കും ഇവിടെ എന്താ ഇറേസർ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഞെക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതായിട്ട് വരും. ഇവിടെ കണ്ട ഇവിടെ ഒരു ചെറിയ സെല്ലോ ടൈപ്പ് ഉണ്ട് കേട്ടാ. അങ്ങനെ മൊത്തത്തിൽ സെറ്റപ്പാണിത്. കണ്ടില്ലേ, മൊത്തത്തിൽ ഇവിടെ ഞെക്കി കഴിയുമ്പോൾ ഈ ബോക്സ് ഇങ്ങനെ ഒരു രൂപത്തിലാണ് കേട്ടോ ഇരിക്കണത്. കുഞ്ഞപ്പൻ ഇതൊക്കെ ഒടിച്ച് പറിച്ച് നുറുക്കിയെടുക്കും. കുഞ്ഞപ്പന് പറ്റിയൊരു ബോക്സ് ഞാൻ നോക്കട്ടെ. വേറെ കുറെ അടിപൊളി ബോക്സ് ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇതിന്റെ തന്നെ സെയിം ബ്ലാക്ക്. ഇത് ഇവിടെ നിന്ന് കിട്ടി നിനക്ക്? അവൻ നോക്കി എടുത്തോണ്ട് വന്നു കേട്ടോ. ഇതിന്റെ തന്നെ സെയിം ബ്ലാക്ക്. ഈ ബോക്സ് അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ അകത്ത് കാൽക്കുലേറ്റർ ഉണ്ട്. ഒറിജിനൽ കാൽക്കുലേറ്റർ തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് 1 + 1 = 12. അയ്യോ ഞാൻ നോക്കിയപ്പോൾ തെറ്റിപ്പോയതാണേ. 1 + 1 = 2. കണ്ട 1 + 1 എന്ന് നോക്കിയപ്പോൾ 2 വന്നു. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ചില ടീച്ചറിനെ കാണാണ്ടിരിക്കണ, പക്ഷെ ടീച്ചർമാർ ഇത് കണ്ടാൽ കണ്ടുപിടിക്കുമല്ലേ. പിന്നെ ഇവിടെ പെൻസിലുണ്ട് കേട്ടോ. ഇത് വെച്ച് നമുക്ക് കുഞ്ഞപ്പനെന്ന് എഴുതാം. KUNJAPPAN കുഞ്ഞപ്പൻ എഴുതിയിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ബട്ടൺ നെക്കുമ്പോഴത്തേക്കും അത് മൊത്തം പോകും. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ബോക്സ്. ഇതിൻ്റെ ഉള്ളിൽ നോർമൽ പോലെ തന്നെ നമുക്ക് പേനയും പെൻസിലൊക്കെ ഇടാം കേട്ടോ. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും കുത്തി വരയ്ക്കാം, എന്ത് വേണമെങ്കിലും വരയ്ക്കാം. നല്ല രസമില്ലേ? ഇത് അടിപൊളിയാണേ. ഇത് ഇപ്പൊ പിള്ളേർക്ക് പഠിക്കാനും കളിക്കാനും ഒരുമിച്ച് പറ്റും കേട്ടോ. ഇത് ഇവിടെ ഞെക്കണ ഒരു ബട്ടൺ ഉണ്ട്, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്. ഇത് പിടിച്ചിങ്ങനെ അമുക്കുമ്പോൾ നമ്മുടെ മറ്റേ വെള്ളത്തിൽ കുറെ ബോൾസ് ഉണ്ട്. അതിങ്ങനെ അതിന്റെ ഉള്ളിൽ കൂടി കയറ്റുന്ന ഗെയിമില്ലേ, നിങ്ങൾ കളിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതിങ്ങനെ ഞെക്കി കയറ്റുന്ന. ഇത് നോക്കിയ ട്രോളി ബോക്സ്. നമുക്ക് ട്രോളി പോലെ ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കാം. കണ്ടാവും കുഞ്ഞപ്പ? ഇത് എങ്ങനെ ഉണ്ടായി? ഇതിങ്ങനെ താത്തി വെക്കാം, ഇതിങ്ങനെ പൊക്കിയെടുക്കാം. സൈഡ് ലുക്ക് കാറ് പോലെ ഇരിക്കണം കാണാൻ. ടയറൊക്കെ ഉണ്ട്, കാറിന്റെ പോലത്തെ ടയറൊക്കെ ഉണ്ട്. ഇത് സ്കൂളിൽ കൊണ്ടുപോയാൽ ഇതും വെച്ച് കറക്കി കളിച്ചോണ്ടിരിക്കുന്നത്. സ്പിന്നർ പോലത്തെ ഒരു ബോക്സ് ആണ്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ബോക്സ് ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് മൊത്തം കൺഫ്യൂഷൻ ആകും. പൗച്ചാണ് കേസ്. ഒരുപാട് പൗച്ചിന്റെ കളക്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് നോക്കണ അവസ്ഥയാണ്. എനിക്ക് നടുവേദന എടുത്തിട്ട് വയ്യ. സൂപ്പർമാന്റെ പൗച്ചാണ്. ഇത് കൊള്ളാട്ടോ. ഇത് നോക്കട്ടെ. കേട്ടോ പൗച്ചിലും ഭയങ്കര വെറൈറ്റി ആണ് കേട്ടോ. പൗച്ചിൽ ഇത് നോക്കിക്കേ, വെള്ളം ഒഴുകുന്ന പോലെ തോന്നുന്നില്ലേ? ഓ അത് വേണം എന്നും പറഞ്ഞ അവിടെ നിന്ന് ഇത് കണ്ടിട്ട് ബഹളാണ് കേട്ടാ. ഇത് തന്നെ ഗേൾസിനും പറ്റിയ പൗച്ചുണ്ട്. ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഒരുപാട് ഗിൽറ്റ് ഒക്കെ ഉള്ള പൗച്ചാണ്. അത് തന്നെ ഹായ് ഗേൾസിനെ കാണാൻ എടുക്കുമോ? അത് എടുക്ക്. ഗേൾസിന്റെ പൗച്ച് കാണാൻ നല്ല രസമുണ്ട് കേട്ടാ. ഇത് നല്ല സത്യം പറഞ്ഞാൽ ബോക്സിന്റെ ആവശ്യമില്ല. ഈ പൗച്ച് നല്ല രസമുണ്ട്. ബോക്സ് പോലെ തന്നെ ഉണ്ട് കാണാൻ. ഗൈസ് ഇതൊരു പൗച്ചാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പൗച്ച് കാണുന്നത്. അതായത് കണ്ട അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെ തുറക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ക്രയോൺസോ എല്ലാ സാധനങ്ങളും വെക്കാം. പേന, പെൻസിൽ, സ്കെയില്, ക്രയോൺസ് കണ്ട എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റും. ഇതിൻ്റെ അകത്തും വെക്കാം, ഇവിടെയും വെക്കാം. അതിൻ്റെ അകത്ത് ഏത് വേണം? ഇത് മതിയാ? ഇത് റെഡും ബ്ലാക്കും കൂടിയുള്ള. ഇത് അവഞ്ചർ അല്ലേ? ഇത് അയൺമാൻ ആണോ ഇത്? ഓക്കെ. എനിക്ക് ഇവരുടെ പേരൊക്കെ തിരിഞ്ഞു പോകും കേട്ടോ. ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇത് പൗച്ചാണെന്നും പറയത്തില്ല, ബോക്സ് ആണെന്നും പറയത്തില്ല. ഇത് നല്ല രസമുണ്ട് കേട്ടോ. എടാ ഇതെങ്ങനെയുണ്ട്? നല്ലതല്ലേ?
അപ്പോൾ കുഞ്ഞപ്പനെ ഞാൻ ബോക്സ് എടുക്കണില്ല കേട്ടോ. ബോക്സും പൗച്ചും കൂടി ചേർന്ന ഒരു പൗച്ചാണ് ഇത്. നല്ല രസമുണ്ട്. ഇതിന് സിബൊക്കെ ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള അടിപൊളി സാധനമാണ്. ഇങ്ങനത്തെ ഒരുപാടുണ്ട് കേട്ടോ, അവിടെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത്. അത്യാവശ്യം വലിപ്പമുള്ള അതേ ഇവിടെ ഒത്തിരി ക്യാരി ബാഗ് ഉണ്ട്. ഒരുപാട് സൈസിലുള്ള ക്യാരി ബാഗ് ഉണ്ട്. കുഞ്ഞപ്പന് ഏറ്റവും അത്യാവശ്യം അതാണ്. ക്യാരി ബാഗ് നോക്കിയെടുക്കാം. നല്ലൊരു അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ക്യാരി ബാഗ്. എന്നിട്ടേ നമുക്ക് ക്യാരി ബാഗ് നോക്കിയെടുത്തിട്ട് വാട്ടർ ബോട്ടിലും എന്താണ് ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കാം അല്ലേ, കറക്റ്റ് ഇതുണ്ടാവുന്നു. അല്ല, അന്ന് ആദ്യമേ വാട്ടർ ബോട്ടിലും ഇതൊക്കെ സെലക്ട് ചെയ്താലാ. വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് ക്യാരി ബാഗ് എടുക്കാം. അങ്ങനെ എടുക്കാം. അന്ന് ഒത്തിരി വാട്ടർ ബോട്ടിൽസ്. ഞാൻ കുറേ നേരമായിട്ടോ വാട്ടർ ബോട്ടിൽസ് നോക്കുന്നത്. നമ്മൾ ഇത് നോക്കിക്കേ നിങ്ങൾ, എന്തോരം മോഡൽ, എന്തോരം ഡിസൈൻ, എന്തോരം സാധനങ്ങളുണ്ടെന്നാ നമ്മൾ മൊത്തം കൺഫ്യൂഷൻ ആയിട്ട് അതവിടെ വെക്കടാ. അവൻ ഓരോ ബോക്സിലും സാധനങ്ങൾ നിറച്ച് കൊണ്ട് വെക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ കാണിച്ചാൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് 2 ലോക്കുണ്ട്. രണ്ട് പ്രാവശ്യം തുറക്കാം. എന്താ ആദ്യം ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ തുറക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ട്രോ ഉണ്ട്. കുഞ്ഞപ്പന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചീമ്പി കുടിക്കാൻ വേണ്ടിയേ. അത് കഴിഞ്ഞ് ഇവിടെ 2ാമത്തെ ലോക്കിൽ നിൽക്കുമ്പോൾ ഒന്നുകൂടി ഓപ്പൺ ആവും. കണ്ടില്ലേ? അപ്പോൾ അതെ ഫസ്റ്റ് ഇങ്ങനെ, സെക്കൻഡ് ഇങ്ങനെ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ 2ാമത്തെ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ഒരു ഇതുപോലെയാണ്. അതായത് ഗ്ലാസിൻ്റെ മെറ്റീരിയൽ ആണെന്നല്ല, നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം കുടിക്കില്ലേ, അതുപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുടിക്കാൻ പറ്റും കേട്ടോ. ആ വക്ക് കണ്ടില്ലേ, ഗ്ലാസിൻ്റെ വക്ക് പോലത്തെ വക്കാണ്, കറക്റ്റ് അങ്ങനെ പറയാം. അപ്പോൾ ഇതിൻ്റെ സ്ട്രോ ഉണ്ട്. ഈ സ്ട്രോ നമുക്ക് വേണമെങ്കിലുണ്ടല്ലോ ഊരി മാറ്റിയിട്ട് കൊച്ചിന് മാത്രമല്ല നമുക്കും വേണമെങ്കിൽ വെള്ളം കൊണ്ടുപോകും. ഇത് നല്ല സൂപ്പർ ക്വാളിറ്റി സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ കൊച്ചിന് മാത്രമല്ല വലിയവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലത്തെ ഒരുപാടുണ്ട്. ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇത് ബ്ലൂ ആണെങ്കിൽ ഇത് കണ്ടില്ലേ, ഇത് ആപ്പിളൊക്കെ ഉള്ള ഒരു വൈറ്റും ഒരു റെഡും കൂടി ഉള്ളത്. ആ കുഞ്ഞപ്പന് ബ്ലൂ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്ക് ബ്ലൂ എടുക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലേ ചേ? ലഞ്ച് ബോക്സ് ആണെങ്കിലും കുറേ നോക്കിയിട്ട് നമുക്ക് ഭംഗി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനും പറ്റണം അല്ലേ. അതുപോലത്തെ ഒരു ലഞ്ച് ബോക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുഞ്ഞപ്പം കൂടുതലും ഞാൻ പറയട്ടെ, ഈ പലഹാരമൊക്കെയാണ് ഉച്ചക്ക് കഴിക്കാൻ കൊണ്ടുപോകുന്നത്. ഇഡ്ഡലി, ഇടിയപ്പം, അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉച്ചക്ക് കഴിക്കാൻ ഇഷ്ടം. ചോറും കൊണ്ടുപോകും, പക്ഷെ ചോറൊക്കെ ഇടയ്ക്ക് മാത്രമേ കൊണ്ടുപോകുള്ളേ. അപ്പോൾ ഇത് സ്റ്റീലിൻ്റെതാണ്. മുകളിലും സ്റ്റീലാണ്, താഴെ സ്റ്റീലാണ്, മൊത്തത്തിൽ സ്റ്റീലാണ്. അപ്പോൾ അതെ 2 സൈഡ് 4 സൈഡ് നമുക്കിങ്ങനെ തുറക്കാം. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ മൂടി. ഉള്ളി നോക്കിക്കേ, നല്ല സ്പേഷ്യസ് ആണ്, നല്ല സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവന് മതിയാവുന്ന വരെ ഒരു 4 ഇഡ്ഡലിയും 4 ഇടിയപ്പമൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട് അല്ലേ. കുറേ ഞാൻ കണ്ടിട്ടാ, ഇതിലും വലുതും ഇതിലും ചെറുതും പല എന്തായാലും പറയണത് അറകൾ, കമ്പാർട്ട്മെന്റ്സ് അല്ലേ, പല കമ്പാർട്ട്മെന്റ്സ് ഉള്ളതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അതുപോലെ കറിപ്പാത്രം ഉണ്ട്. കറിപ്പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു സൈഡ് 2 സൈഡ്, അതും സ്റ്റീലാണ്. മുകളിലും സ്റ്റീലാണ്, താഴെ സ്റ്റീലാണ്. ഇതൊരു കോംബോയാണ് കേട്ടോ. ഈ ലഞ്ച് ബോക്സും ഈ കറിപ്പാത്രവും കൂടി ഒരു കോംബോയാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇത് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലത്തെ ഒരുപാടുണ്ട് ഇവിടെ. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഞാനേ അവന് മാത്രമല്ല, എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഞങ്ങൾക്കും കൂടി കൊണ്ടുപോകാൻ പറ്റണോ നോക്കിയിട്ടാണ് ഇതൊന്നും എടുക്കാതിരുന്നത്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നോക്കിയാൽ കുറച്ചുകൂടി ചെറുതാണ് കേട്ടോ. ഇതാകുമ്പോഴത്തേക്കും 2 അറകളുണ്ട്. ഞാൻ ബാഗിൻ്റെ അറ പോലെ ഇതും പറയുക. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫുഡ് വെക്കാം. ഈ സൈഡിൽ കറി വെക്കാൻ പറ്റും. ഒരു ചെറിയ കറിപ്പാത്രം ഉണ്ട് കേട്ടോ. അതിനൊരു മൂടിയുണ്ട്, അതിങ്ങനെ മൂടി വെക്കാം. അതുപോലെ ഇത് കൊണ്ടിട്ട് ഇങ്ങനെ മൂടി വെക്കാം. നല്ല രസമുണ്ട് കാണാനേ. അപ്പോൾ ഇത് കുറച്ചുകൂടി ചെറുതാണ്. കണ്ടില്ലേ, ഒരു 2-3 ഇഡലി. പിള്ളേർക്ക് ഈ 1ാം ക്ലാസ്സിലുള്ള പിള്ളേർക്കൊക്കെ ആവശ്യത്തിനുള്ളതുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്കും കൂടി ഉപയോഗിക്കാതെ ഓർത്താണ് ഞാൻ കുറച്ചുകൂടി വലുതെടുത്തത്. ഇതുപോലെ കുറേ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ബോട്ടിലിന് വെറും 19 രൂപയുള്ളൂ. നല്ല രസമുണ്ടേ. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെള്ളം വെക്കാൻ പറ്റുമോ. ഇപ്പോൾ ചൂടിനൊക്കെ നല്ല അടിപൊളിയാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് മാത്രമല്ല പല കളറുണ്ട് കേട്ടോ. അത് റെഡ്, പല ഷേപ്പുണ്ട്. ഒരേ ഷേപ്പല്ല, ഒരേ മോഡലല്ല, പല കളറ്, പല ഡിസൈനാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ഒരു വയലറ്റ് കളറാണ്. പക്ഷെ ഇത് വേറൊരു ഷേപ്പ്, ഇത് വേറൊരു ഷേപ്പ്. 2 കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ടേ. അതുപോലെ റെഡ് കളറ്, ഒരു പിങ്ക് കളറ്. ഇവിടെ ഇപ്പോൾ പൊട്ടിച്ച് വെച്ചതാണ് കേട്ടോ. ഓൾറെഡി ഉണ്ടായിരുന്നതൊക്കെ തീർന്നിട്ട് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നതാണ്. ഒരുപാട് ട്രോളി ബാഗ് ഉണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ട്രോളി ബാഗ്. ഇപ്പോൾ ഇത് കണ്ട ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും കനവില്ല. നമുക്കിതിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കാം. കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, നല്ലതേ. ഒട്ടും കുഞ്ഞപ്പൻ ഇവിടെ ഇത് ഓടിച്ചുകൊണ്ട് നടക്കായിരുന്നു കേട്ടോ ഇത്ര നേരം. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കിങ്ങനെ ഡ്രസ്സും സാധനങ്ങളും എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുമ്പോഴോ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ സാധനം വെച്ചാൽ ഇങ്ങനെ സിമ്പിളായിട്ട് കൊണ്ടു നടക്കാം. നോക്കിക്കേ, മുകളിൽ മുഴുവൻ ട്രോളി ബാഗാണ്. ഇതിനൊക്കെ നല്ല അടിപൊളി ഓഫറുണ്ടേ. നല്ല വിലക്കുറവുണ്ട് ഇതിന്. ഇത് കണ്ട, ഇത് 3 സൈസാണ്. ഏറ്റവും വലുത്, അതിൻ്റെ ചെറുത്, ഏറ്റവും തീരെ ചെറുത്. കണ്ടില്ലേ, ഇങ്ങനെ നെക്കിയിട്ട് താഴത്തോട്ടാക്കാം.
നമുക്ക് സൈഡിൽ വെക്കാം. നമുക്ക് എപ്പോഴെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ ഒന്ന് വാങ്ങിക്കാച്ചേ. അപ്പോൾ ഗൈസ് നമ്മുടെ പർച്ചേസ് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് പർച്ചേസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബില്ലിയല്ലേ പത്ത് വാ നമുക്ക് ബില്ല് ചെയ്തിട്ട് ബാക്കി പറയാമേ. അയ്യോ ഇവിടെ കുറേ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ കണ്ണ് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. മറ്റേ നെയിൽസ് ഇല്ലേ, ഒരുപാട് വെറൈറ്റി നമ്മുടെ നെയിൽ വെക്കാൻ പറ്റും. നമുക്ക് നല്ല ക്യൂട്ട് നെയിൽസ് ഉണ്ട്. ഇത് മൊത്തം നെയിലാണ്. ഇത് നോക്കിക്കേ എൻ്റെ പൊന്നി, ഈ നെയിൽ നോക്കിക്കേ, നല്ല തിളങ്ങുന്ന നെയിൽ, ഗ്ലിറ്ററി നെയിൽസ്. ഈ നെയിൽ നോക്കിക്കേ, ഇതൊരു പർപ്പിൾ കളറുള്ള നെയിലാണേ. നല്ല ഭംഗിയുണ്ട് ഈ നെയിൽ കാണാൻ. അതുപോലെ ഈ കാണുന്ന മൊത്തം നെയിൽസ് ആണ് കേട്ടോ. അതുപോലെ ഇവിടെ കുറേ വളകളൊക്കെ ഉണ്ട്. കുഞ്ഞു മിറേഴ്സ് ഉണ്ട്. നല്ല ക്യൂട്ട് ഒരു പിൻട്രസ്റ്റി വൈബുള്ള മിറേഴ്സ് ആണ് ഗൈസ്. നല്ല ക്യൂട്ട് മിററാണ്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. അതെ സൂപ്പർ അല്ലേ. ഇതുപോലത്തെ കുറേ ഡിസൈനിലുള്ള മിററുണ്ട് കേട്ടോ. ഇതേ കണ്ട ഈ തൂങ്ങി കിടക്കുന്ന മിറേഴ്സാണ്. ഇവിടെ കുറേ കമ്മലുകളുണ്ട്. അടിപൊളി കമ്മൽ. അയ്യോ ഇത്ര നേരം ഞാൻ എനിക്ക് വേണ്ടി ഒന്നും നോക്കിയില്ല, എല്ലാം കുഞ്ഞപ്പന് വേണ്ടിയാണ് നോക്കിയത്. പക്ഷെ എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് നോക്കാൻ തോന്നുന്നുണ്ട്. അച്ഛയെ നോക്കിക്ക് ഒരുപാട് വെറൈറ്റി കമ്മലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങോട്ട് പോകും. ഞാൻ വേറെ സാധനങ്ങൾ, ഇത് കുറച്ച് പ്രീമിയം സാധനങ്ങളാണേ. ചില്ലുകൂട്ടിലുള്ളതെല്ലാം പ്രീമിയം ആയിരിക്കും. ചില്ലുകൂട്ടിലുള്ളതെല്ലാം പ്രീമിയം സാധനമായിരിക്കും. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇത് നോക്കിക്കേ എൻ്റെ പൊന്നെ, ഇതെല്ലാം വെറൈറ്റി സാധനം. ഇത് മൊത്തം ഇയറിങ്സിൻ്റെ കളക്ഷനാണ് ഗൈസ്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ നല്ല ഇയറിങ്സിൻ്റെ കളക്ഷനാണ്. ഞാൻ ഇതിൻ്റെ അകത്തൊരു കമ്മൽ കാണിച്ചു തരാം. നോക്കിക്കേ നല്ല ഭംഗിയില്ലേ. ഇതുപോലത്തെ നല്ല അടിപൊളി കിഡിലും വെറൈറ്റി കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതാ ഞാൻ പറഞ്ഞ സ്കൂൾ ബാഗ്, ഷൂസും കാര്യങ്ങളും മാത്രമല്ല, ഇതുപോലെ നമ്മുടെ ജ്വല്ലറി ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇത് ഈ കാണുന്നത് മുഴുവൻ മറ്റേ എന്താ ലിപ്സ്റ്റിക്ക്, മസ്കാര, ഐ ഷാഡോ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ നിറച്ചിരിക്കുന്നത്. ഇത് ഐലൈനർ എല്ലാ ബ്രാൻഡിൻ്റെ, ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിൻ്റെ ഉണ്ട് കേട്ടോ. ദേ ഡീറ്റാൻ സാധനങ്ങൾ, ഷീറ്റ് മാസ്ക് ഇല്ലേ, ഫേസ് മാസ്ക്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇത് നോക്കിക്കേ എന്ത് ഭംഗിയാ കാണാൻ. സൂപ്പർ അല്ലേ. ഒരു എന്താ പറയുക, ഒരു പർപ്പിൾ കളറെ അടിപൊളി സാധനം. അപ്പോൾ ഗൈസ് ഏകദേശം നമ്മുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ദേ അപ്പോൾ ഒരു കവറ് എൻ്റെ പൊന്നെ. അപ്പോൾ അതേ കുഞ്ഞപ്പന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. 2 കവറിൽ നിറച്ചായിട്ട് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ വന്ന് വാങ്ങിച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ A to Z സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ എരമല്ലൂരാണ് കേട്ടോ. അതായത് ചേർത്തലയിൽ നിന്ന് വന്നാലും എരമല്ലൂർ ജംഗ്ഷനിൽ തന്നെയാണ്. പിന്നെ എറണാകുളം അരൂരിൽ നിന്ന് എറണാകുളത്ത് നിന്നൊക്കെ അവിടെ നിന്നാണ് വരുന്നെങ്കിലും എരമല്ലൂർ ജംഗ്ഷൻ തന്നെ, അതായത് കിഴക്കേ സൈഡാണ് കേട്ടോ. കിഴക്കേ സൈഡാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ. എരമല്ലൂർ ജംഗ്ഷനിൽ പില്ലർ നമ്പർ 173 173 ആണ് കേട്ടോ. അതിന് നേരെ ഓപ്പോസിറ്റ് കിഴക്ക് വശമാണ് നമ്മുടെ സിറ ഷൂസ് ആൻഡ് ബാഗ്സ് വരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അടിപൊളിയാണ്. എല്ലാ സാധനങ്ങളും ലേഡീസിൻ്റെ ഐറ്റംസ് ഉണ്ട്, അതുപോലെ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സിറ ഷൂസ് ആൻഡ് ബാഗ്സിലാണ്. തൊട്ടപ്പുറത്ത് തന്നെ സിറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ട് പോകാം. കുഞ്ഞപ്പനോട് നമുക്ക് അഭിപ്രായം ചോദിച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യടാ. ഒന്ന് വന്നേടാ, ഇതിന് കിട്ടാൻ ഇച്ചിരി പാടാണ്. എങ്ങനെയുണ്ട് കുഞ്ഞപ്പനെ? ഹാപ്പി ആയാന്നൊന്ന് പറഞ്ഞേ. Yes, I am so happy. പൊന്നെ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുഞ്ഞപ്പൻ ആൻസർ തരും കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പൻ സോ ഹാപ്പിയാണ്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു, ബൂം.